ഹായ് നമസ്കാരം. നമ്മളെല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൈസൂർക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഒറ്റക്കാണ് കയറിയിട്ടുള്ളത്. നമ്മൾ മൈസൂരിൽ നിന്ന് പുറത്ത് കൊടുക്കൽ കൂടെ ആണെങ്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വന്നിരുന്ന അമ്മീന് മൈസൂർക്ക് വരും. നല്ല നാട്ടിലേക്കാണ് ലോഡ് കിട്ടുന്നുണ്ടെങ്കിൽ മടക്കത്തിൽ നമ്മളെ അലികാക്ക വണ്ടിയിൽ കയറും. അപ്പോൾ നമ്മളിപ്പോൾ കാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഒരു നമ്മൾ 5 റുപ്യ കോയിൻ ഇട്ടുകൊണ്ട് എടുക്കുന്ന ഒരു കുടിവെള്ളത്തിൻ്റെ സ്റ്റോറേജ് ആട്ടോ അത്. അപ്പോൾ വെള്ളം നമുക്ക് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. നോക്കട്ടെ വെള്ളം ഉണ്ടോ നോക്കട്ടെ. ഇടയ്ക്ക് ഉണ്ടാവില്ല വെള്ളം. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ സെറ്റപ്പ്. അതിൽ 5 റുപ്യേൻ്റെ കോയിൻ ഇട്ടാൽ ഒരു 25 സെക്കൻഡ് അതിലുള്ള വെള്ളം കിട്ടും. ടൈം അവിടെ ഉണ്ട്. 12 സെക്കൻഡ്, 13 സെക്കൻഡ്. നല്ല ഫിൽറ്റർ വെള്ളമാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള വെള്ളമാണ്. ഇത് 25ൻ്റെ ക്യാനാണ്. ഒരു 20 ലിറ്റർ നമുക്ക് കിട്ടും. ഉണ്ടോ നിന്നു. അപ്പോൾ നമ്മൾ കുടിവെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ 5ൻ്റെ കോയിൻ ഇട്ടാൽ 20 ലിറ്റർ വെള്ളം കിട്ടും. അങ്ങനെ നമ്മളൊരു 10-60 ലിറ്റർ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ്. അത് നമുക്ക് എല്ലായിടത്തും കുടിവെള്ളം കിട്ടൂല. നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒക്കെ ഒരു ഉപ്പ് രസമുള്ള വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാണ്ട് നേരെ മൈസൂർ ഓഫീസിൽ പോയി നോക്കട്ടെ. അപ്പം നമുക്ക് ഇന്ന് ലോഡൊന്നും ആയില്ല കേട്ടോ. ലോഡ് വളരെ കുറവാണ് ഒക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ ആൾട്ടാകും എന്നല്ല, ആൾട്ടായി. കൊമ്പന്മാരൊക്കെ തല തിരിച്ച് വെച്ചിരിക്കണം. വൈകുന്നേരം ഇവിടുന്ന് വെയിൽ വരും. അപ്പോൾ പിന്നെ എല്ലാ വണ്ടി ഇങ്ങനെ തല തിരിച്ച് വെച്ചാണ്. നമ്മളെ വണ്ടിയൊക്കെ നമ്മൾ തല തിരിച്ച് വെച്ചതാണ്. രാവിലെ മുൻഭാഗത്താണ് വെയിൽ വരിക. പക്ഷേ ഈ മരങ്ങളുള്ളതുകൊണ്ട് കുറച്ച് സമയത്തിനൊരു ആക്കുണ്ടാവും. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ എന്തെങ്കിലും ആയാൽ തരക്കേടില്ല, ആകുന്നൊരു പ്രതീക്ഷ ഉണ്ട്. നോക്കാം നമുക്ക്. ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്ത മാതിരി ഒക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ചെരിവിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ലോഡായിട്ടുണ്ട്. നമുക്ക് ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ഇരിങ്ങാലക്കുടക്കാണ് ലോഡ് ആയിട്ടുള്ളത്. മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കയറ്റാനാണ്. അപ്പോൾ ഇനി മാണ്ഡ്യയിൽ പോയി നോക്കട്ടെ. ഒരു ദിവസം ഇവിടെ ആൾട്ടായി കടന്നു. ലോഡൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മൈസൂർ റിംഗ് റോഡിലാണുള്ളത്. മാണ്ഡ്യക്ക് പോവുകയാണ് ലോഡ് കയറ്റാൻ. ഒരുവിധം മില്ലുകളൊക്കെ മാണ്ഡ്യയിലാണ്. അരിൻ്റെ മില്ലുകൾ, കമ്പനികളൊക്കെ. പഞ്ചസാര ഒന്നും കയറുന്നില്ല. അപ്പോൾ അതാണ് ലോഡ് വളരെ മോശമായിക്കണത്. പഞ്ചസാരൊക്കെ ഇപ്പോൾ മഹാരാഷ്ട്ര പഞ്ചസാരയാണ് കയറുന്നത്. മഹാരാഷ്ട്ര ഇപ്പോൾ കമ്പനി നല്ല സജീവമായിട്ട് പഞ്ചസാര കമ്പനി നല്ല സജീവമായി നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മഹാരാഷ്ട്ര പഞ്ചസാരൻ്റെ കമ്പനീൻ്റെ നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചസാര കമ്പനി അവിടെ ഇപ്പോൾ നല്ല കരിമ്പിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കർണാടകയിൽ പഞ്ചസാര കയറുന്നില്ല. അതാണ് ലോഡ് വളരെ മോശമായി. അപ്പം നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ വന്ന് ഇപ്പോൾ സർവീസ് റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സർവീസ് റൂട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് മില്ലുകൾ കിട്ടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു. മൂപ്പര് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്, ഡ്രൈവറാണ്. ലോറി ലൈഫ് ഷാജു എന്നാണ് മൂപ്പര ഇതിൻ്റെ പേര് കേട്ടോ. ഷാജഹാൻ എന്നാണ് ആളെ പേര്. മൂപ്പരും ഫോണിൽ കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. മൂപ്പര് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് പറഞ്ഞു. വഴിയിൽ ഇവിടെ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരിട്ട് കാണണം മൂപ്പരെ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ആളാണ്.
വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടെ ചേർന്നിട്ടുണ്ട് കാണുന്നുള്ളത്. അപ്പൊ അതാണ് ഷാജു, ഷാജാൻ എന്നാണ് ഷാജു. യൂട്യൂബിൽ വീഡിയോ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യണ ചെയ്യണ്ടേ. പുറകിലുള്ള വണ്ടിയാണ്. അപ്പൊ ലോറി ലൈഫ് ഷാജു എന്നാണ് മൂപ്പര ചാനലിന്റെ പേര്. അപ്പൊ എല്ലാവരും ഒന്ന് കാണുക, നമ്മളെ ഒന്ന് ചെയ്യട്ടോ, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്തവർ, നമ്മളെ കൂടുന്നവർ, നിങ്ങളെല്ലാവരും മൂപ്പരം കൂടെ നിൽക്കുക. ഞാൻ എൻ്റെ വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. മൂപ്പര് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്, ഞാൻ മാണ്ടിയേക്ക് പോവുകയാണ്. നിങ്ങൾ എവിടെക്കാ ലോഡ് പറഞ്ഞത്? മംഗലാപുരത്തേക്കാണ് ലോഡ്. ഹാസൻ വഴി. അപ്പോൾ മൂപ്പര് ഇവിടുന്ന് തിരിഞ്ഞിട്ട് പോകും. ഇപ്പോൾ ശ്രീരംഗപട്ടണമാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇവിടുന്ന് തിരിഞ്ഞ് പോകും മൂപ്പര്. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടും ഓപ്പോസിറ്റിൽ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മളിന്ന് കാണാതെ കരുതി. ഫോണിൽ കൂടെ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടാണ്. അന്ന് കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ കണ്ണൂരത്ത് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളില്ല പറഞ്ഞ സമയത്ത് ഞാൻ നൈറ്റിൽ പാസ് ചെയ്ത് കഴിഞ്ഞ രാത്രി പാസ്. അതെ അതെ അതെ, നിങ്ങളെ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലായി നിങ്ങൾ പാസ് ചെയ്ത്. സെൻട്രൽ ജയിലില് കുറച്ചൊക്കെ കണ്ടാൽ മനസ്സിലായി, അവിടെ വിളിക്കാത്തതെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യുക, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പം ഞങ്ങൾ കുറച്ച് സംസാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പിരിയും. അപ്പോൾ പറഞ്ഞു മതി. എല്ലാവർക്കും ബൈ ബൈ ബൈ. അപ്പോൾ നമ്മൾ മില്ലിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് മില്ലുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ 2 വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയണം. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ച് അവിടെ ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട് വണ്ടി. അവിടെ നല്ല സ്ഥലമുണ്ട് കേട്ടോ, നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഓണർ കച്ചറ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ സർവീസ് റോഡിൽ സ്ഥലമില്ല. ഇത്തിരി സ്ഥലം ഉണ്ടായിട്ട് ഓണർ നിർത്താൻ അയക്കൂല, ആ സ്ഥലത്തിൻ്റെ കച്ചറയാണ്. അപ്പോൾ നിങ്ങൾ പമ്പിൽ നിർത്തിക്കോളി വണ്ടി എന്ന് പറഞ്ഞിട്ട് പമ്പിൽ നിർത്തിയതാണ്. അപ്പോൾ ഇതാണ് മില്ല്. 1-2 വണ്ടി കയറ്റുണ്ടാവും, അത് കഴിയണം. അപ്പോൾ രാത്രി 7 മണി ആകാറായി. നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. കുറേ സമയമായി, 2 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞിരുന്നു അവർ വന്നപ്പോൾ തന്നെ. 3:30 നമ്മളെത്തി. ഇപ്പോൾ 6:30 നമ്മൾ വണ്ടി കയറ്റാൻ വേണ്ടി നിർത്തി കൊടുത്തത്. ഇപ്പോൾ അവർ കയറ്റാൻ വേണ്ടി തുടങ്ങുകയാണ്. ചാക്ക് നിറച്ച് കയറ്റണം. നമ്മൾ പായൊക്കെ വിരിച്ചിട്ടതാണ് കേട്ടോ. ചാക്ക് ഇനി പൊട്ട് കീറാനൊന്നും പാടില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടതാണ്. നട്ട് 10 അട്ടിയാണ് നമുക്ക് പിടിച്ച ലൈന്. അപ്പോൾ 11 അട്ടിയാണ് നമുക്ക് പിടിച്ചത്. പിന്നെ ലോഡാകട്ടെ. അതാണ്ടല്ലോ ആ വന്നിങ്ങനെ ചാടുന്നതാണ് സംഗതി. അപ്പോൾ അതങ്ങനെ ചാടി നിറച്ചുണ്ടായിരുന്നു. നമ്മൾ ചാക്ക് നിറച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ചായിട്ട് നിറക്കാൻ കുറച്ചാകണം. അപ്പോൾ ഒരു 65 ചാക്കും കൂടി വേണം, അതിനുള്ള അരി ആകണം. ഇപ്പോൾ അത് പൈപ്പ് കൂടെ വെള്ളം വന്ന് ചാടണം. വാങ്ങി ഇനി ഫോറസ്റ്റ് വരെ പോവുള്ളൂ. ഫോറസ്റ്റിൽ പോയി കിടക്കണം. രാവിലെ 6 മണിക്ക് ഫോറസ്റ്റ് തുറക്കുക. പിന്നെ ഫോറസ്റ്റിൽ പോയിട്ട് കിടന്ന് കുറച്ച് സമയം വിശ്രമിക്കാം. അപ്പോൾ നമ്മൾ 1:30 മണിയായപ്പോൾ ഫോറസ്റ്റിലെത്തി. പിന്നെ അവിടെ കുറച്ച് നേരം കടന്നുറങ്ങി. 6 മണിക്ക് കാട് തുറന്ന ഉടനെ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടോ. കാരണം ഗൂഡല്ലൂർ നോ എൻട്രിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സ്കൂൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് മുമ്പ് എത്തിപ്പെട്ടാൽ വേഗം കഴിച്ചിലാകാം, അല്ലെങ്കിൽ അവിടെ കുടുങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഗൂഡല്ലൂർ ടൗണ് പാസ്സായി പോകുന്നു. 8:30 മുതൽ 9:30-10 വരെ എന്താ തോന്നുന്നുണ്ട് നോ എൻട്രിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ കുടുങ്ങാതെ നമ്മൾ തൽക്കാലം പോന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്, ചോര ഇറങ്ങാനുള്ളതല്ലേ.
അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് SRK ഡീസൽ ഗ്യാരേജ്. ഗൂഡല്ലൂർ കഴിഞ്ഞ് ചെമ്പാല എന്ന് പറയും ഇങ്ങോട്ട്. ഷോപ്പ് തുറന്നിക്കണ്, ആളെ കാണാനില്ല, ഒന്ന് നോക്കട്ടെ. അപ്പോൾ ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് പോകുന്നു നമ്മൾ. ചുരം ഇറങ്ങാനുള്ളതല്ല. ഇപ്പോൾ ചുരം പകുതി ഇറങ്ങുമ്പോഴും നല്ല കാലാവസ്ഥയുണ്ട്. അപ്പോൾ നല്ല കുളിരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ചുരം ഇറങ്ങി പകുതി ആയി കഴിഞ്ഞാൽ ചൂടായി. ഫുള്ള് തേയിലത്തോട്ടങ്ങൾ. ഇവിടെ എന്താ 2 വണ്ടി നിർത്തിക്കണം. കംപ്ലൈൻ്റ് ആയ എന്താണാവോ. ടൂറിസ്റ്റ് കണ്ട് ഇറങ്ങിയിട്ട് ഫുള്ള് ടൂറാണ്. ആ വണ്ടി എന്തോ ചെറിയ കംപ്ലൈൻ്റ് ആണ്. ഏറ്റവും നിർത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് നിർത്തി നോക്കാൻ പറ്റില്ല. അല്ല, ഫുള്ള് ടൂറിസ്റ്റുകാരാണ്. അപ്പം നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ കഴിഞ്ഞ് വടപ്പുറം പാലം, വടപ്പുറത്താണുള്ളത്. അപ്പോൾ വെയിൽ ചൂടായി. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വെയിലിങ്ങനെ ചൂടാറിയിട്ട് പോകാമെന്ന് കരുതുന്നുണ്ട്. ഉച്ച നേരത്തെ ഓടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ഇന്ന് അൺലോഡിങ് ചെയ്യാൻ കഴിയില്ല. വൈകുന്നേരം രാത്രി നമ്മൾ സൈറ്റിലെത്താൻ. അപ്പോൾ രാത്രി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഡെലിവറി കൊടുക്കാം. രാത്രി ഒരു ബുദ്ധിമുട്ടല്ലാതെ, വണ്ടിക്ക് നമുക്ക് ബുദ്ധിമുട്ടല്ലാതെ നമുക്ക് അവിടെ എത്താം. അപ്പോൾ വൈകുന്നേരം പുറപ്പെടണം. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വിശ്രമിക്കട്ടെ. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്ക് 12 മണിയായി. നമ്മൾ രാത്രി 1 മണിക്കാണ് ഇന്നലെ ഇവിടെ എത്തിയത്. ഇതുപോലെ വേറെ ഷോപ്പിൽ 100 ചാക്ക് ഇറക്കാണ്ടാണ്. അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി 400 ചാക്ക് ഇവിടെ ഇറക്കണത്. വലിയ ഷോപ്പാണ്. പ്രകാശ് സ്റ്റോർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഒരു 400 ചാക്ക് നമുക്ക് ഇനി ഇവിടെ ഇറക്കണം ബാക്കി. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് നോക്കണം. ഇന്നിപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇന്ന് എന്തെങ്കിലും ആകുമെന്ന് അറിയില്ല. 12 മണി കഴിഞ്ഞ് 12:30 ആയി. ഏതായാലും നോക്കട്ടെ. ഇത് നമ്മളെ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റോട്ടിലാണ്. കോനാത്തുകുന്ന് എന്നാണ് സ്ഥലപ്പേര് വരുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ വീഡിയോ കാണുന്ന ചങ്കളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിർത്തിയാറെ ഒരു ഓട്ടോ ഡ്രൈവർ വന്നിരുന്നു. നമ്മൾ സുഹൃത്ത് വണ്ടി കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ മൂപ്പര് വീഡിയോ ഒക്കെ കാണലുണ്ട്, നമ്മൾ വീഡിയോ കാണലുണ്ട്. അപ്പോൾ വണ്ടി കണ്ടപ്പോൾ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.